എന്റെ പൊന്ന് ഭാഗമേ എന്റെ ലിസ്റ്റിലുണ്ട്. This is iPhone 20 and this phone has no features. ഏതായി നാടക്കാരനുള്ള മൈൻഡ് ചെയ്യണ്ട. മോനെ എന്റെ പേര് സുധാരൻ, സ്ഥലത്തെ വലിയൊരു ബ്രോക്കറാ. വലിയ ബ്രോക്കർ പതിയിരിക്കില്ല, സോഫ ബ്രോക്ക് ആവും. ചെറുക്കൻ തുടക്കത്തിലെ കുച്ചാണല്ലോ. എന്തായി മോനെ, എന്റെ കയ്യില് ഐശ്വര്യ റായെ പോലൊരു പെണ്ണുണ്ട്. മോനെ വേണ്ട, ഐശ്വര്യ റായെ പോലൊരു പെണ്ണ് നോക്ക്. ഐശ്വര്യ റായ് ഇല്ലയോ? സമ്മതിക്കും ഇപ്പൊ സമ്മതിക്കും. ഐശ്വര്യ റായുടെ കൂട്ടൊക്കെ ഇരിക്കുന്ന പേരെന്തുവാ? മോനെ പേര് നീലിമ, നല്ല പേരല്ലയോ? ഐശ്വര്യ റായെ പോലെ ഉണ്ടെങ്കിലും ഐശ്വര്യ റായ് നല്ല പേരും, അതുകൊണ്ട് എനിക്ക് വേണ്ട. എന്നാ മോനെ നമുക്ക് കാവ്യമാധവനെ പോലൊരു പെണ്ണുണ്ട്, പേര് കാവ്യാണ്, നോക്കട്ടെ. കാവ്യ മാധവനെ പോലുണ്ട്, പേര് കാവ്യ എന്നല്ലയോ? അച്ഛന്റെ പേരെന്തുവാ? പരമപിള്ള. മാധവൻ എന്തേ? മാധവനില്ലല്ലോ, കാവ്യ മാത്രല്ലേ ഉള്ളൂ. എനിക്ക് കാവ്യ മാധവൻ എന്നു പേരുള്ള കുട്ടിയെ മതി. അങ്ങനാണെങ്കിൽ നമ്മുടെ ആദ്യത്തിലെ നടിയുണ്ടല്ലോ മഹിമ നമ്പ്യാര്, ആ കൊച്ചിനെ പോലെ ഇരിക്കുന്ന ഒരു കൊച്ചുണ്ട്, നോക്കുന്നോ? ആ കൊള്ളാം. ആ പേരും മഹിമ നമ്പ്യാർന്നാ, ഉറപ്പിക്കട്ടെ ഇതങ്ങ്. കൊച്ചിനെന്തോ ജോലി? കൊച്ചിന് ബാങ്ക് ജോലിയാ, നല്ല ലെവലിലാ കൊച്ചിരിക്കുന്നത്. അല്ല സിനിമയിലൊന്നും അല്ലല്ലോ, ആർഡിഎക്സിൽ അഭിനയിച്ചിട്ടുമില്ല. അങ്ങേര് പറയുന്ന ഒറ്റ ഒരെണ്ണം പോലും അവൻ സമ്മതിക്കാൻ പോകുന്നില്ല. എനിക്കറിയത്തില്ല എന്റെ മോനെ ക്ലാപ്പൻ. ഇത് സമ്മതിച്ച അയാൾക്ക് ഞാൻ ഒരു ഓണക്കോടി അങ്ങ് മേടിച്ചു കൊടുക്കും. അല്ല പിന്നെ അവിടെ ഇരുന്ന് അളിയണ്ട, ഇങ്ങ് പോരെ, ഞാൻ പറഞ്ഞു തരാം. വാ. ഓ ഷാസിന്റെ വീഡിയോ കാണുന്നത്, ചുമ്മാ അല്ല ചേർക്കൻ ഇത്ര പുച്ഛം, എന്തോ ചെയ്യാനാ? എന്താ വന്നേ? അൾട്ടിമേറ്റ് പുച്ഛമായിരുന്നില്ലയോ? സ്വന്തം മോനായിട്ട് പറയല്ല, ഈ പഞ്ചായത്തിൽ ഇത്രയും പുച്ഛമുള്ള ഒരു ചെറുക്കനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പഞ്ചായത്തിലോ? പഞ്ചായത്ത് മാത്രമല്ല, ഈ രാജ്യത്ത് തന്നെ ഇതുപോലെ പഴിച്ച ഒരു ചെറുക്കനെ ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു പുച്ഛമാ ചെറുക്കന്. ഇതൊന്നും അല്ല, ഇവന്റെ ചേട്ടന്റെ കൂടെ ഇവൻ പെണ്ണ് കാണാൻ പോയി. നോക്കടാ പെണ്ണ്. ചെറുക്കനും പെണ്ണിനും എന്തേലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. ഞാൻ പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാം. എന്തെങ്കിലും ഉണ്ടാക്കി ചേട്ടൻ എന്ത് ജോലി? ഏതാ തുക്കട കാമലും കണ്ട് പന്ന ജോലി അങ്ങാണ്ട് എനിക്കങ്ങ് വരയ്ക്കും. ശമ്പളമൊക്കെ ഉണ്ടോടാ? ഇല്ല, മാസം അവസാനം കോഴിത്തിട്ടാ കൊടുക്കുന്നത്. പയ്യന്റെ അനിയന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെന്നാ തോന്നുന്നത്. ആ ചെറുക്കനെ ഇങ്ങോട്ട് വിളിക്കുന്നു, കുറെ നേരിട്ട് പെണ്ണിന് സംസാരിക്കാൻ പറഞ്ഞു പോയേക്കുവാ, പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. മോനെ, ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല കേട്ടോ. എന്നിട്ടിപ്പോ മൂത്ത ചേട്ടൻ ഇപ്പൊ എന്തേ? ഓ ആ ചെറുക്കനെ ഇങ്ങോട്ട് വിളിക്കുന്നു, കുറെ നേരിട്ട് ജോലി. ഏതാ തുക്കട ചേട്ടന്റെ കൂടെ ഇവൻ പെണ്ണ് കാണാൻ പോയി. പയ്യന്റെ അനിയന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെന്നാ തോന്നുന്നത്. ആ ചെറുക്കനെ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അവൻ. മോനെ, ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല കേട്ടോ. എന്നിട്ടിപ്പോ മൂത്ത ചേട്ടൻ ഇപ്പൊ എന്തേ? ഓ അവനിപ്പോ ലിവിങ് ടുഗദറായിട്ട് ബാംഗ്ലൂരില്ല. ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അവൻ അവിടെ അങ്ങ് കഴിഞ്ഞു കൂടുന്ന. അല്ല ചെറുക്കന് വേലയും കൂലിയും വല്ലതും ഉണ്ടോ? എല്ലാ ഇന്റർവ്യൂവിനും പോവും, പക്ഷെ ഒരെണ്ണം പോലും കിട്ടത്തില്ല. എന്താണെന്നറിയാവോ? ഓക്കെ, നിങ്ങളുടെ റെസ്യൂം തരൂ. ഇവരെന്തോടാ ജോലിക്ക് താല്പര്യമില്ലേ? പുച്ഛമാണല്ലോ. എന്തോന്നും ചോദിക്കാനില്ലേ? ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാ? ഉണ്ട കാണണ്ടല്ലോ, പിന്നെന്താ സി വി മേടിച്ച് സിവിക്കത്തില്ല വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതിയേക്കുന്നോണ്ട് വായിച്ചു നോക്ക്. ആഹാ, അത് കൊള്ളാലോ. അതവിടെ നിൽക്കട്ടെ. ഇൻ കേസ് തനിക്ക് ഞങ്ങൾ ഇവിടെ ജോലി തരുവാണെങ്കിൽ ഞങ്ങൾക്ക് എന്താ ഗുണം? ആദ്യം എനിക്ക് എന്തോ ഗുണമെന്ന് പറയാം, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗുണത്തെ കുറിച്ച് ഞാൻ പറയാം. അല്ലാതെ ഫ്രീ ആയിട്ട് ഗുണമെന്ന് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഓഹോ, അപ്പൊ താങ്കൾ സാലറി എത്ര പ്രതീക്ഷിക്കുന്നത്? 50,000 രൂപ. നന്നായി, ഇവിടെ കോട്ടിട്ട് ഇങ്ങനെ കറങ്ങുന്ന എനിക്ക് 30,000 രൂപ സാലറി. അപ്പഴാ നിനക്ക് 50,000 ഉലുവ. ഇവന്റെ സാർ ആ കോട്ട് ഉരുട്ടി ഇങ്ങോട്ട് ആ കസേരയും കൊട്ടാ, നാളെ തൊട്ടേ ഞാൻ അവിടെ ഒന്ന് കറങ്ങാം. ചീ ഇറങ്ങി പോടാ നാറി. മര്യാദയ്ക്ക് ആ സി വി രാവിലെ 10 രൂപയ്ക്ക് പ്രിന്റ് എടുത്തതാ. സെക്യൂരിറ്റി, ഈ പുച്ചോളം എടുത്ത് വെളിയിക്കളാ. ഇങ്ങനെ ഒരു കുണം പിടിക്കാത്ത പുച്ച ചെറുക്കനാണല്ലോ, എന്തൊരു പുച്ഛമായത്. ഇവനെ പേടിച്ച് ഇവന്റെ തന്റെ ഗൾഫിൽ നിന്ന് ലീവിന് പോലും വരാറില്ല ഇങ്ങോട്ട്. ഇവിടെയും പുച്ഛമാണല്ലേ. ഗതി കെട്ടി ഞങ്ങൾ ഇവനൊരു കട ഇട്ട് കൊടുത്ത്. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയാവോ? ചേട്ടാ, ഒരു പാലട വേണം. പാലടയോ? പുല്ലകത്തങ്ങാണ്ടിരിക്കണല്ലോ, പോയിട്ട് വൈകിട്ടങ്ങാണോ വാ. അല്ല ചേട്ടാ, ഇപ്പൊ പായസം വെക്കാൻ വേണ്ടി ആയിരുന്നു. പായസം വെക്കണം തോന്നിയപ്പോഴാണ് എനിക്ക് പാലട മേടിക്കണം തോന്നിയത്. നിനക്ക് നേരത്തെ അങ്ങനെ മേടിച്ച് വെച്ചുകൂടായിരുന്നു? അല്ല, ഇന്നലെ വന്നപ്പോ ചേട്ടൻ പറഞ്ഞു ഇപ്പൊ വരാൻ പറഞ്ഞു, അതാ ഇപ്പൊ വന്നേ. എന്നാ വൈകിട്ട് വാ, വൈകിട്ട് പാലട കൂച്ചാ മതി. എന്നാ ചേട്ടനുണ്ടല്ലോ, ആ പാലട ചേട്ടൻ അണ്ണാക്കിലും കിട്ടോ കേട്ടോ, വൈകുന്നേരം ആവുമ്പോ. ശരി എന്നാ. ഹോ, ഇത് വല്ലാത്തൊരവസ്ഥ തന്നെ. എടാ മോനെ, നിനക്ക് ചോറ് വേണോടാ? ഓ ചെറുക്കന് ഞാൻ ചോറ് കൊടുക്കട്ടെ? അവനെ വേണ്ടാന്നല്ലയോ പറഞ്ഞത്? അവനെ ചെറുതായിട്ടേ പുച്ഛിച്ചുള്ളു, അതിന്റെ അർത്ഥം വേണമെന്നാ. അവൻ വലുതായിട്ട് പുച്ഛിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വേണ്ടാന്നാ. ഓ ഡാർക്ക്. അതെ,
ഇവനെ ഒരാഴ്ച എന്റെ കൂടെ ഒന്ന് വിട്ടുതരാം. ഇവന്റെ സകല പുച്ഛം ഞാൻ മാറ്റിത്തരാം. എങ്ങനെ? നമ്മുടെ ഒരു സാമിയുണ്ട്, പുള്ളി എല്ലാം സെറ്റാക്കും. അമ്മേ അമ്മേ എന്റെ മോൻ വന്നോ? വേണ്ട, നിങ്ങളുടെ ചെറുക്കന്റെ എല്ലാ പുച്ഛവും മാറി ചെറുക്കനെ ഞാൻ നല്ലൊരു പയ്യനാക്കിയിട്ടുണ്ട്. ആണോ? ആ. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എടാ മോനെ, അമ്മ അച്ഛനും ചേട്ടനും വരുന്നുണ്ട്. മോനെ അങ്ങനൊന്നും പറയല്ലടാ. എടാ കാല നീ എന്റെ ഏതാ കൊണ്ടുപോയ? ഞാൻ ഡബറേഷൻ എടുത്ത് പോകാനാ പറഞ്ഞത്. ഡബറോട് എടുത്താ പോയത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു